ഞങ്ങള് കാക്കാക്ക് കാർ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മള് രണ്ടാൾക്കാരും നടത്തണ്ടേ, അതാണ് പ്രശ്നം. നമ്മൾ എന്തിനാ പോണേ? Zach is so excited. Me too. So yeah, hey, hi, it's me Murshida. Welcome to another video. ഇന്ന് നമ്മൾ കാക്കാക്ക് കാർ എടുക്കാൻ പോവാണ്. കാക്കാൻ്റെ പഴയ കാറ് നിസാൻ മാഗ്നറ്റ് ആയിരുന്നു. പുതിയത് കേവാണ്, ഇലക്ട്രിക് ആണ്. കേവ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എവ്രി വൺ ഇസ് സോ എക്സൈറ്റഡ്. സാക്കി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സൺറൂഫ് ഉള്ളതുകൊണ്ട്. നമുക്ക് കാക്ക പണ്ട് മീൻസ് ഒരു 3 months ബാക്ക് ഒരു കാറ് ഈ കേവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ പോയിട്ടുണ്ടായിരുന്നേ. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സാക്കിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാർ എടുക്കുക എന്ന് പറയുമ്പോൾ സാക്കിക്ക് ആകെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളായിരുന്നു, ദാറ്റ് ഈസ് സൺറൂഫ് വേണം എന്നുള്ളതായിരുന്നു. ആൻഡ് വി ഗോട്ട് ദാറ്റ്. അങ്ങനെ ഞങ്ങളത് എടുക്കാൻ പോവാണ്. പറ. പപ്പനെ പറ്റിച്ച്. എന്തിന്? മമ്മാണ് കണ്ട് എന്ത് മമ്മ ഉണ്ട്? അപ്പൊ നിങ്ങള് കണ്ടാ? മമ്മ കണ്ടിട്ടില്ല, എന്നെ പറ്റിച്ചതാ സങ്കടാക്കാന്. കണ്ടിട്ടില്ല. ഓ, ഞാൻ വായിച്ചിക്കണ ആരാ കണ്ട്. നമുക്ക് ഇന്ന് വായ 2 കാണാൻ പോയാലോ? ഈ പോരുന്നാ? ഞാൻ കോഴിക്കോട് പോകും. ബാബിയും എക്സൈറ്റഡ് ആയിരുന്നു. ബാബിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്തായിരുന്നെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് പാട്ട് പാടണം, വീഡിയോ എടുക്കണം എന്നുള്ളതായിരുന്നു. കാക്കയും എക്സൈറ്റഡ് ആയിരുന്നു. ബട്ട് കാക്ക അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് നമുക്ക് അത്ര കാണാൻ പറ്റില്ല. ബട്ട് ഹി വാസ് ഓൾസോ എക്സൈറ്റഡ്. അങ്ങനെ ഞങ്ങൾ ഷോറൂമിലെത്തി. ഷോറൂമിൽ നിന്ന് ഇതാണ് നമ്മളെ കാർ കേട്ടോ, ഈ വരുന്നതാണ് കാറ്. കണ്ടോ സാക്കിൻ്റെ എക്സൈറ്റ്മെൻറ്റ്? ഹി ഈസ് സോ എക്സൈറ്റഡ്. സോ നമ്മളങ്ങനെ ഷോറൂമിലെത്തി. ഷോറൂമിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത്. ഭയങ്കര രസമുള്ള ഷോറൂമാണ് കേട്ടോ ടാറ്റൻ്റെ. നല്ല ഭംഗിയുണ്ടായിരുന്നേ. സാക്കി കുറച്ച് അലമ്പായിരുന്നു. യു വിൽ സീ സാക്കിൻ്റെ അലമ്പ് വരുന്ന വീഡിയോസിൽ എവിടെയോ വരാൻ പോകുന്നുണ്ടാകും. ആൻഡ് ഷോറൂം നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഷോറൂം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ കാർ വരാൻ വെയിറ്റ് ചെയ്തു. കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് കൈൻഡ് ഓഫ് ക്യൂ ആണ്. നമുക്ക് കോഫിയൊക്കെ കിട്ടി. നമ്മളവിടെ സോഫയിലൊക്കെ ഇരുന്ന് ഒരു ടീമിന് കാറ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് പോവാൻ അങ്ങനെയായിരുന്നു. നമ്മൾ പോയതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ടീമായിരുന്നു എന്നാണ് തോന്നുന്നത്. സോ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഞങ്ങൾ ഷോറൂമിലെത്തിയിരിക്കുന്നു. ഞങ്ങളെ വണ്ടി ഇപ്പോൾ കിട്ടും. പക്ഷെ വണ്ടി എവിടെ അറിയില്ല. വണ്ടി കാണാനില്ല, പല സ്ഥലത്തും നോക്കി. ജാക്കി വന്നാണ് നേരെ വെള്ളൻ്റെ അടുത്തേക്ക് പോയി. പക്ഷെ വൈറ്റ് അല്ല ഞങ്ങളെ കാറ്. ഏതാ അറിയണം എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഞാനിതെവിടെ പോയി? നമുക്ക് വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചോളൂ. ജ്യൂസ് തരും, കേക്ക് തരും. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. 10 lakhs മേലേക്കുള്ള കാറൊക്കെ കേക്ക് കിട്ടലുണ്ട്. ഇത് എത്ര ലാക്സാ? മോനു ഗസ് വീഡിയോ എപ്പോഴാണ് ഞാൻ ആക്കിയത്. അപ്പോൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് കേവാണ്. ഇതിന് മുമ്പ് മാഗ്നറ്റ് ആയിരുന്നു. അതിന് മുമ്പ് നമുക്ക് ക്വിഡ് ആയിരുന്നു. ഐ ജസ്റ്റ് വാണ്ട് ടേക്ക് ഫ്യൂ മൊമെൻറ്റ്സ് ടു ടോക്ക് അബൌട്ട് ക്വിഡ് എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മളെ വീട്ടിലെ തന്നെ ഫസ്റ്റത്തെ കാറാണ്. കാക്ക ഡോക്ടറൊക്കെ ആയതിന് ശേഷം, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ക്വിഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ക്വിഡ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഇമോഷനായിരുന്നു എനിക്ക് റാസിനായിട്ടുള്ള. എനിക്കും അങ്ങനെ ഒരു ഇമോഷൻ ഉണ്ട് ക്വിഡിനായിട്ട്. ബിക്കോസ് അതൊരു റാസി ചെറുതാണ്. ഇപ്പോഴുള്ള സാക്കിൻ്റെ പ്രായമില്ല, അതിനേക്കാളും ഭയങ്കര ചെറുതാണ് റാസി വാസ് സോ എക്സൈറ്റഡ്. ക്വിഡ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റാസി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. എന്നിട്ട് റാസി എടുത്തതിന് ശേഷമായിരുന്നു എന്നറിയില്ല, പക്ഷേ റാസിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്വിഡ്. ഷെയ്ഖാക്കാൻ്റെ കാർ ഏതാ നോക്കുമ്പോൾ പറയും ക്വിഡ് എന്ന് പറയും. ഹി വാസ് ലൈക്ക് ദാറ്റ്. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ റാസിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാറിൽ പോയിരിക്കും. റാസി കരയുന്ന സമയത്ത് റാസിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കാറിൽ പോയിരിക്കും. ഇനി ഒന്നും അല്ലെങ്കിൽ റാസിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കാറിൽ പോയി ഇരുന്ന് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ സാധനങ്ങളും, അതായത് ഹോൺ അടിപ്പിക്കും, പാട്ടിടും. റാസിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അതിന് ഇറങ്ങുമ്പോൾ റാസിക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, വിഷമമായിരുന്നേ. എനിക്കിപ്പോൾ അത് ഓർക്കാൻ, അതായത് ആ ക്വിഡ് കൊടുത്ത സമയത്ത് എനിക്കുണ്ടല്ലോ
വേറെ എന്തിനേക്കാളും വിഷമമായിരുന്നു എൻ്റെ റാസിൻ്റെ കുറേ മെമ്മറീസ് അതിലാണല്ലോ എന്ന് ആലോചിച്ചിട്ട് കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ആ ക്വിഡിൽ. ആൻഡ് ഞാനിപ്പോൾ പറയാൻ കാരണം ഇപ്പം ഞാൻ പറഞ്ഞതെങ്കിലും ഇറ്റ് വിൽ ലാസ്റ്റ് റൈറ്റ്. എനിക്ക് കുറേ കാലം കഴിയുമ്പോഴും ഇത് കേൾക്കുമ്പോൾ ക്വിഡ് എന്ന് പറയുമ്പോൾ റാസിൻ്റെ കുറേ മൊമെൻറ്റ്സ് അതിലുണ്ടല്ലോ എന്നുള്ളതൊക്കെ ഞാൻ ഇനി ഓർക്കുമല്ലോ. സോ അതായിരുന്നു ക്വിഡ് എന്ന് പറയുന്നത്. ക്വിഡ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കാക്ക കൊടുത്ത് മാഗ്നറ്റ് എടുത്തതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ ദാ കേവ് എടുക്കാൻ പോകുന്നു 2026. അത്ര ഇട്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കാണ് ബാബി ഇട്ടിട്ടുള്ളത്. എൻ്റെ ചുണ്ടുമത്തെ കളറ് വേറൊരു കളറും ബാബിൻ്റെ ചുണ്ടുമലെത്തി. അതെങ്ങനെ രണ്ടും ഒരേ സാധനട്ടെ സോ ഫൈനലി വി ഗോട്ട് ഓൾമോസ്റ്റ് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാറ് വന്ന് അവർ അതിൻ്റെ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാബിക്ക് ഇത്തവണയുള്ളൊരു പുതിയ ലേണിംഗ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ബാബി തോട്ട് കാറൊക്കെ ഏതെങ്കിലും ഒരു നമ്മൾ സ്വർണ്ണമൊക്കെ ഷോപ്പിലെടുത്ത് വെക്കൂല അതുപോലെയാണ് എപ്പോഴും എടുത്ത് വെക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളിങ്ങനെ കാറിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും ഒരു ചളി പിടിച്ചിട്ടൊരു കാറ് പോകുന്നുണ്ട്. അപ്പോൾ മോന് ബാബിനോട് പറയായിരുന്നു ഇതാണ് ആക്ച്വലി ഇനി വരുന്നവർക്ക് കൊടുക്കാനുള്ള കാറായിരിക്കും എന്നുള്ളത് പറയായിരുന്നു. സോ ആക്ച്വലി അതാണ് കാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഷോറൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും ആവില്ല ഉണ്ടാവുക. അത് ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ഇടും, നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം അവർ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും. ഇതാണ് സംഭവം. അങ്ങനെ നമുക്ക് കാറ് കിട്ടി. കാറ് നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ. ഇങ്ങനെ മക്കളെയൊക്കെ മിസ് ചെയ്തു. ഇവരൊക്കെ വേണമായിരുന്നു. അവർക്കൊക്കെ ഈ സൺ റൂഫ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലായിരിക്കും. അവർക്ക് ഇങ്ങനെ മേലേക്ക് കയറി അതിനൊരു ഞാൻ ചെറുപ്പമായപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നേ. എന്നിട്ട് ഷിജാസ്കൻ്റെ കാറിലാണ് ഞാൻ ആദ്യമായിട്ട് സൺറൂഫിൽ കയറുന്നത് തോന്നുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. സോ നല്ല രസമുള്ള കാറ്, നല്ല രസമുണ്ട് കേവ് കാണാൻ വേണ്ടിയിട്ട്. സിറ്റിങ്ങും നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട്. ആൻഡ് വൈറ്റ് ആയിരുന്നു സീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും, ബിക്കോസ് വൈറ്റൊന്നും നമ്മളടുത്ത് നടക്കുമെന്നുള്ളതൊരു പ്രശ്നമാണ്. അതർവൈസ് നല്ലതാണ്, കാർ അടിപൊളിയാണ്. ആൻഡ് സൗണ്ട് സിസ്റ്റം അതിനകത്തുള്ളത് അടിപൊളിയാണ്. ജാക്കി ഗോട്ട് വാട്ട് ഹി വോണ്ട് എന്നുള്ളത്. ആൻഡ് കാക്ക കുറേ ലേൺ ചെയ്യാണ്ടായിരുന്നു. അതായത് അവിടെ ഉള്ള ആൾ കാക്കാക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 1 അവറോളം കാക്കാക്ക് ഇതിൻ്റെ ഒരു ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ കുറച്ചൊക്കെ കാക്ക പഠിച്ചിട്ടുണ്ടാവും, ഇനിയും പഠിക്കാനുണ്ടാവും. ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്ത് രസമല്ലേ കാണാൻ, സ്കൈയൊക്കെ ഇതിനകത്തൂടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ക്ലീൻ ചെയ്യേണ്ടിയിരുന്നു, അല്ലല്ലോ ഇപ്പോൾ അവിടെയൊക്കെ പൊടി പിടിച്ചെന്നാലിപ്പോൾ നമുക്ക് മൂൺ റൂഫൊന്നും മര്യാദക്ക് കാണാൻ പറ്റില്ല. സൺ റൂഫ് ആകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. സോ ദിസ് ഈസ് കേവ് ആൻഡ് യു സീ ഹിം. അവരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്, ആ ഗ്രീൻ ഷർട്ടിലുള്ള ആൾ. ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോറി അബൌട്ട് ന്യൂ കാർ കേവ് എടുത്തതിൽ. അതായത് എനിക്ക് ആ കാർ ഭയങ്കര ഇഷ്ടമായി. മാഗ്നറ്റിനായിട്ട് എനിക്ക് വലിയ ബന്ധമില്ല എന്ന് പറഞ്ഞില്ല. മേ ബി അതുപോലെ തന്നെ ആയിരിക്കും കേവിനായിട്ടും എനിക്ക് വലിയ ബന്ധം ഉണ്ടാവണം എന്നില്ല. ക്വിഡിനോടുള്ള ബന്ധം പോലെ വേറൊരു കാറിനോട് ഇനി വരുമോ എന്നുള്ളത് അറിയൂല. ബിക്കോസ് ക്വിഡ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറേ മെമ്മറീസും ആദ്യത്തെ കാറ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഇമോഷൻസ് ഉണ്ടല്ലോ. എല്ലാവരോടും പറയും എൻ്റെ വീട്ടിൽ കാറുണ്ട്, പിന്നെ മക്കളെ അതിനോട്ടിലേക്ക് കയറ്റി, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ചെയ്യാൻ പറ്റിയതൊക്കെ ഈ കാറെന്നായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ കാറും കൊണ്ട് വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയത് ഞാൻ ഇതിൽ കാണിച്ചോ, ഉമ്മയും ഉപ്പിയൊക്കെ കണ്ടത് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. അങ്ങനെ എങ്ങനെയുണ്ട് തൻ്റെ അടുത്തൊന്നൊരു വർത്താനം കേൾക്കൂല. കാണി ഓന് റൂഫ് ടോപ്പ് You ain't stopping me. Step aside, motherfucker. I said 23, going on a spree. You just set me free. VIP, walking easily, but so casually. No PG, locked in mentally, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23.
strive for greatness.